ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ആംഗ്ലേനെ കാണാനായിട്ടൊന്ന് പോകാമെന്ന് വെച്ച് നമ്മുടെ കുഞ്ഞു പെണ്ണിനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ഞായറാഴ്ചയൊക്കെ വിചാരിച്ചപ്പോൾ ഇനി അവിടെ ഉണ്ടാകുന്നില്ല, ശബരിമലയിൽ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് വിളിച്ച് വന്നു ചോദിച്ചപ്പോൾ അയ്യോ ഉച്ചയ്ക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ വെച്ചാൽ കുറേ നാളായി പിള്ളേരൊക്കെ വീട് പണി കഴിഞ്ഞതൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ, പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് 4 ആൾക്കും കൂടി, അതാണ് കേട്ടോ മെയിനായിട്ട് വണ്ടിയില്ലാത്തതിൻ്റെ. അപ്പോൾ ഇന്നങ്ങനെ പോയിട്ട് വന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്താ പറയുക, ഡ്രസ്സ് മാറി അങ്ങനെ ഒന്നുമില്ല, പിള്ളേരൊക്കെ ആയിട്ട ഡ്രസ്സാലെയാണ് പോണത്. അങ്ങനെ വ്ളോഗ് ഓടിക്കണു എന്താ നോക്ക, കൊറേ നാളായില്ലേ വടി വച്ചിണ്ട് പോസ് കാണിക്കാൻ. എല്ലാവരും അത് കൊണ്ടായിട്ട് പിടിച്ചു 2 കുഞ്ഞുണ്ണിയോള്. കുഞ്ഞുണ്ണി നമ്പർ 1 ഇത് 2 അത് പണ്ടുണ്ണി കുട്ടനെ വാഴ 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 ഓ ജാതി പരിപാടിയായിരുന്നു. അഞ്ചൊക്കെ വിളിച്ചിരുന്നു രാത്രി പാൻഡാടാ, പക്ഷെ അതും ഭംഗിട്ടോ ഇതിന്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ആദ്യം കുഞ്ഞു പെണ്ണ് കരഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം കാലത്ത് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ സമ്മതിച്ചു. പിന്നെ എന്താ പറയുക, ഒരു 9:30 ആയപ്പോഴാണ് തിരിച്ചു വന്നത്. 10 ആയി വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നേ, വേഗം കുളിച്ച് കിടന്നുറങ്ങിയിട്ട് അന്നത്തെ വ്ളോഗ് പിന്നെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ 2 ദിവസത്തെ വൈകുന്നേരത്തെ വീഡിയോ ആണ് ടൈ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇത്തിരി ചോറ് കുറവാണ് വെച്ചത്. ഞാൻ ചിക്കൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴല്ലേ പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരോട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഓഫീസിലൊരു കുട്ടി എനിക്ക് വേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കുറേ വേപ്പിലുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കണം. അപ്പം ഞാൻ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ പിന്നെ നൂഡിൽസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് നൂഡിൽസും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പോന്നപ്പോൾ നമ്മുടെ മീൻകാരൻ 50 രൂപയ്ക്ക് മീൻ പിടിച്ചോന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് 100 രൂപയ്ക്ക് മീനും മേടിച്ച് പോന്നു. അപ്പോൾ അതെന്തായാലും ഇന്ന് ആവശ്യമില്ല. അപ്പം ഞാനതൊന്ന് വിചാരിച്ച് ക്ലീനാക്കി വെക്കാം. നമ്മുടെ പൂച്ചകൂട്ടന്മാരാണെന്ന് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നാലെ നിന്ന് പോകണമില്ല. പിന്നെ അതല്ല, നമ്മൾ ക്ലീനാക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തിട്ട് പിന്നെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ക്ലീനാക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ക്ലീനാക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പില തൊട്ടില്ല ഇത്ര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിങ്ങാട്ട് ഞാൻ എടുത്തു വെച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ആകെ നിറയെ പാത്രങ്ങളായിരുന്നു കേട്ടോ, എല്ലാം ഒഴിവായിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ എടുത്തുങ്ങാട്ട് ഒന്ന് തേച്ച് കഴുകി അടുക്കളയൊന്ന് തുടച്ചിട്ടതിന് ശേഷം പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. പിന്നെ അതല്ല, ഇതിനൊക്കെ സോസുകളാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ സോസ് ചേട്ടനോട് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എത്തുമ്പോഴല്ലേ അത് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ പിന്നെ വേറെ രക്ഷയില്ല. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് ആകെ കട്ട പിടിച്ചേക്കണ്. അപ്പോൾ അത് ഓഫാക്കിയിട്ട് അത് റെഡി ആക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് അടുക്കളയൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് പിന്നെ കുക്കിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കള ക്ലീൻ ആക്കി എടുക്കുമ്പോഴല്ലേ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക, വേഗം ചെയ്യാനും നല്ലൊരു ഉഷാറൊക്കെ തോന്നുക. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാനിത്തിരി എന്താ പറയുക, കൗണ്ടർ ടോപ്പ് ആകെ അങ്ങോട്ട് വൃത്തികേടായ പോലെയൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ ഇത്തിരി ലൈസോളൊക്കെ വെച്ച് ഞാൻ നന്നായിട്ട് തുടച്ചു. വിനാഗിരി ഉപ്പൊക്കെ നല്ലതൊക്കെ തന്നെ, പക്ഷെ വല്ലാണ്ട് അഴുക്കായി കഴിഞ്ഞാൽ ലൈസോളാണ് കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നണേ, വെള്ളി വീഴുക അല്ലേ. അപ്പോൾ അത് അതിലേക്കുള്ള 2-3 ക്യാപ്സിക്കാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിളും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് സാധാരണ ചെയ്യണതിൽ നിന്ന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ അത് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടി. അപ്പം ഞാനതിനെ എല്ലിൻ്റെ ഭാഗമൊക്കെ മാറ്റി വെച്ചു. ബാക്കി ബോൺലെസ് പീസുകളൊക്കെ നീളത്തിൽ മുറിച്ചിങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ടുണ്ട്. ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയാണ് കേട്ടോ വേണ്ടത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ 3 തരം സോസുകൾ കേട്ടോ, സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ഇത് 3ആണ് വേണ്ടത്. അതിൽ ടൊമാറ്റോ സോസ് ഞാൻ ഇത്തിരി ടീസ്പൂണിൽ നിറച്ചെടുത്തു, ടേബിൾ സ്പൂണാണ് കേട്ടോ അത്. ബാക്കിയുള്ളത് അങ്ങനെ ഇങ്ങോട്ട് നിറച്ചെടുത്തില്ല. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കുമിച്ചിങ്ങാട്ട് മൈദ എടുത്തു. അപ്പോൾ ഇത് ഏകദേശം 1 കിലോനൊക്കെ ചിക്കൻ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കണക്കിൽ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ആദ്യം ഒരു 2-3 വറുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ വ്യത്യാസമൊന്നും വരില്ല. അഥവാ വ്യത്യാസം വരികയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ സോസുകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയിട്ടാ. ഇതിൽ ഇത്തിരി കുറഞ്ഞാലും കൂടിയാലൊന്നും പ്രശ്നമില്ല. അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വെജിറ്റബിളൊക്കെ ചേട്ടനാണ് കേട്ടോ അരിഞ്ഞ് തരുന്നത്. അപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് ആദ്യം വെച്ചു. എന്നിട്ട് പിന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒപ്പം ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കെറ്റിലും ഇൻഡക്ഷനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് എങ്ങനെയുണ്ടെന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. 1800-2000 എന്തായാലും വരും കേട്ടോ. നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിക്കാണ്ടിരുന്നാൽ വേണമെങ്കിൽ ഒരു 1300 നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് തീ എത്തിക്കാനൊന്നും വേറെ അത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ, മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോൾ ഇതൊക്കെ തന്നെ നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് ചീനച്ചട്ടിയിൽ ഇത്തിരി ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞതില്ലേ, അത് 2-3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ടുണ്ടാവും. പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഒരു 4 നൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുത്തത്. 3 ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എടുത്തത് കൂടിപ്പോയി, തികയാണ്ട് വന്നാച്ചിട്ട് 4 ഇട്ടും. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജാണ് ഞാനിട്ടത്. അല്ലെങ്കിൽ 3 തരം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഒനിയോണ, മഷ്റൂമ്, എന്താ പറയുക കോളിഫ്ലവർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറ്റണ പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ. ഇതിൽ ഞാൻ അര ടേബിൾ സ്പൂണ് സോയ സോസും ഒരു 1/2 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സോസൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാവുന്നതുള്ളൂ. അതൊന്നും അങ്ങനെ ഇപ്പോൾ കൃത്യമായിട്ട് ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും പച്ചക്കറികളൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാടിയതിന് ശേഷമാണ് പിന്നെ നൂഡിൽസ് ഇട്ട് കൊടുത്തത് കേട്ടോ, വെന്ത നൂഡിൽസ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല. ഞാൻ ആ വെജിറ്റബിളിലേക്ക് ഒരു തുണ്ട് ഉപ്പ് ചേർത്തു. പിന്നെ ഈ മസാല എന്താ പറയുക നൂഡിൽസിലത്തെ ആ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം ആദ്യം തന്നെ. നല്ല സോഫ്റ്റ് ആയിട്ടാണ്, നമ്മൾ സോയ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. എന്നിട്ട് ഇതാ ഒന്ന് ഫ്രൈ ഇതും അതേപോലെ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരും. ഇത് വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരണ്ടല്ലോ, നമ്മുടെ നാടൻ ഐറ്റമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരി 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ വറുത്ത് കോരാൻ പറ്റിയത്. അത് വറക്കണതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നൂഡിൽസ് ചീനച്ചട്ടിയിൽ നിന്ന് അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എനിക്ക് ചീനച്ചട്ടി വേണമായിരുന്നു കേട്ടോ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനതിങ്ങനെ വറുത്തോണ്ടില്ല. പിന്നെ കൂർക്കി ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അതൊന്ന് ചേട്ടനോട് ഉരച്ച് തരാൻ പറഞ്ഞിട്ട് ചേട്ടൻ അതൊക്കെ കൊണ്ട് ഉരയ്ക്കാൻ ഇങ്ങനെ കല്ലുമ്മ ഉണ്ടല്ലോ നമ്മുടെ അലക്കല്ലുമ്മ ആ കൊട്ടയിലൊക്കെ ഇട്ടിട്ട് ഉരച്ച് റെഡിയാക്കി തരും എനിക്ക്. അപ്പം ചേട്ടൻ അതിന് പോയി. അപ്പോഴേക്കും എൻ്റെ ഈ പണികൾ കഴിയുമ്പോഴേക്കും ചേട്ടനെയും കഴിയൂല. 2 ആളും ജോലിക്ക് പോകുമ്പോൾ 2 ആളും വന്ന് പണി ചെയ്യണത് തന്നെയാണ് കേട്ടോ നല്ലത്.
പിന്നെ എനിക്ക് യൂട്യൂബും കൂടിയുള്ള കാരണം അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറേ അധികം ടൈം. അപ്പോൾ ചേട്ടനൊക്കെ സഹായിച്ചാൽ തന്നെയാണ് നമുക്കിതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ ചേട്ടൻ അത് റെഡിയാക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ വേഗം പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വെച്ചേക്കാനായിട്ട് ഇൻഡക്ഷനിൽ ഇതാ ചോറ് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടി ഈ പാകമാവണതിൻ്റെ ഒപ്പം തന്നെ ആവുമല്ലോ, പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വരാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ചീനച്ചട്ടി വെച്ച് നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കനിൻ്റെ അതേ വെളിച്ചെണ്ണ തന്നെ എടുത്തു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഓണിയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ അതും അതിൻ്റെ ഒപ്പം തന്നെ ഇടാം. പിന്നെ സവോളയ്ക്ക് പകരം സ്പ്രിംഗ് ഓണിയോൺ കൂടുതൽ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ 3 തരം ക്യാപ്സിക്കാണ് ഇടേണ്ടത്. ഞാൻ ഇട്ടേക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും സവോളയും മാത്രമാണ് കേട്ടോ. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. 3 തരം സോസുകൾ ഒഴിച്ചു കൊടുത്തു. സോയ സോസ് എപ്പോഴും ഇത്തിരി കുറച്ച് ഒഴിക്കാം കേട്ടോ, അത് കൂടുതലായ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇത്രയുള്ള പരിപാടി. പിന്നെ ഞാൻ വൈറ്റ് കളർ എള്ളുണ്ടല്ലോ, സെസ്മി സീഡ്സ് നിങ്ങളതൊന്നും തോന്നണല്ലേ അതിനെ പറയുക, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ വൈറ്റ് എള്ളാണത്, അത് നല്ലോണം ഇട്ട് കൊടുത്തു കേട്ടോ. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അന്നത്തെ ചിക്കനും നൂഡിൽസും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂട്ടുകാരെ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് നോക്കുക. ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം കുറച്ച് ബോൺലെസ് പീസൊക്കെ മാറ്റി വെച്ച് ഒന്ന് കുറച്ചുണ്ടാക്കി നോക്കുക. അതോടൊപ്പം നൂഡിൽസൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നമുക്ക് എപ്പോഴും നാടൻ ഫുഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും പിള്ളേർക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ ഫുഡുകളാണ് എപ്പോഴും ഇഷ്ടം ഉണ്ടാവുക. ചേട്ടനും പിന്നെ അതൊക്കെ തന്നെയാണ് ഇഷ്ടം കേട്ടോ. ഞാൻ പറയില്ലേ, എനിക്ക് തന്നെയാണ് പിന്നെയും ഇഷ്ടക്കുറവ് വരാറ്. ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാരികൾക്ക് ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇനി നാളെ രാവിലെ 9 മണിക്കാണ്. ഓക്കെ.